വാർത്തകൾ തുടരുന്നു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ജലനിധിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ 4 കോടിയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കരുവാരക്കുണ്ട് പഞ്ചായത്തും കേരള സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റിയും ചേർന്നാണ് പഞ്ചായത്തിൽ 4 കോടിയുടെ ജലനിധി പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കുടിവെള്ള പദ്ധതികളുടെ സാമഗ്രികൾ, പഴയ പദ്ധതികളുടെ പുനരുദ്ധാരണം, പുതിയ കുടിവെള്ള പദ്ധതികൾ എന്നിവയാണ് ജലനിധി പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്നത്. പദ്ധതി നടത്തിപ്പ് ചുമതല സാമൂഹ്യ സേവന സംഘടനയായ ശ്രേയസ് സംഘടനയ്ക്കാണ്. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ സർവേ നടത്തിയതിനു ശേഷമാണ് പഞ്ചായത്തിൽ പദ്ധതി നടപ്പിലാക്കുക. 4 കോടിയുടെ ജലനിധി പദ്ധതികൾ നടപ്പിലാക്കുന്നതോടെ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതാണ് പദ്ധതി കൊണ്ട് അധികൃതർ ഉദ്ദേശിക്കുന്നത്. മലവാരത്തിലെ കൃഷി സംരക്ഷണത്തിന് യുവ കർഷകൻ തയ്യാറാക്കിയ ശബ്ദപ്രകാശവേലി വിജയമാകുന്നു. വന്യജീവി ശല്യം രൂക്ഷമായ അടയ്ക്കാക്കുണ്ട് മലവാരത്തിലാണ് ചക്കുങ്ങൽ ആബിദ് ചെലവ് കുറഞ്ഞ രീതിയിൽ ശബ്ദപ്രകാശവേലി സ്ഥാപിച്ച് കൃഷിയിടത്തിന് സംരക്ഷണമൊരുക്കിയിട്ടുള്ളത്. റേഡിയോയും കുറഞ്ഞ വൈദ്യുതിക്ക് പ്രവർത്തിക്കുന്ന LED ബൾബും സ്ഥാപിച്ചാണ് ആബിദ് വേലി കെട്ടിയിട്ടുള്ളത്. പാരമ്പര്യമായി തുടർന്നുവരുന്ന പാട്ടഭൂമിയിലെ കൃഷി നിലനിർത്തുക എന്ന താൽപര്യമാണ് യുവകർഷകൻ ചെലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. സൗരോർജ്ജ പാനലിൽ പകലിൽ ശേഖരിക്കുന്ന ഊർജ്ജത്തിലാണ് 3 ഏക്കറിന് ചുറ്റുമുള്ള LED ബൾബും റേഡിയോയും പ്രവർത്തിക്കുന്നത്. സംരക്ഷണ വേലിക്ക് പുറമെ ഉഷിരൻ ഒരു പട്ടി കൃഷിയിടത്തിൽ എപ്പോഴും കാവൽക്കാരനായിട്ടുണ്ടാകും. പട്ടിക്ക് ദിവസം വൈകുന്നേരം മലയിലെത്തി ആബിദ് സുഭിക്ഷമായ ഭക്ഷണം നൽകും. റേഡിയോയും LEDയും LDR സാങ്കേതിക വിദ്യപ്രകാരം സ്വമേധയാ പ്രവർത്തന നിയന്ത്രണ വിധേയമാണ്. വനാതിർത്തിയോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ 4 മാസം മുമ്പാണ് ശബ്ദ വെളിച്ച മനോഹരമായ വേലി ഒരുക്കിയത്. LED ബൾബുകൾ തെളിയാതിരുന്ന 2 ദിവസം മാത്രമാണ് കൃഷിയിടത്തിലേക്ക് പന്നികൾ പ്രവേശിച്ചിട്ടുള്ളത്. FM റേഡിയോയിലൂടെ ടൺ കണക്കിന് തമാശയും പാട്ടുമുള്ളതിനാൽ മലവാരത്തിലെ കൃഷിയിടത്തിൽ പോലും മനസമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുമെന്നാണ് ആബിദ് പറയുന്നത്. സൗരോർജ്ജ പാനൽ ഉൾപ്പെടെ സ്ഥാപിച്ച് പ്രകാശവേലിക്ക് 4000 രൂപയിൽ താഴെയാണ് ചെലവായിട്ടുള്ളത്. കൃഷിയിടം സംരക്ഷിക്കുന്നതോടൊപ്പം മൃഗങ്ങളെ വേദനിപ്പിക്കാതെ പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാമെന്ന ആശയമാണ് ചിലവ് കുറഞ്ഞ മനോഹരമായ വേലി നിർമ്മിക്കുവാൻ ആബിദിനെ പ്രേരിപ്പിച്ചത്. സൂര്യന്റെ ഉദയാസ്തമനത്തിനനുസരിച്ച് ആണ് ആബിദിന്റെ മിന്നിത്തിളങ്ങുന്ന ശബ്ദ വെളിച്ച വേലി നിയന്ത്രിക്കുന്നത്. നിശബ്ദമായ മലവാരത്തിൽ ഉയർന്നു കേൾക്കുന്ന റേഡിയോ ശബ്ദം സമീപത്തെ കൃഷിയിടങ്ങൾക്കും സംരക്ഷണമായിട്ടുണ്ട്. ആബിദിന്റെ ശബ്ദ വെളിച്ച വേലി വിജയമായതോടെ അടയ്ക്കാക്കുണ്ട് മലവാരത്തിലെ റഹീം, ജോണി എന്നീ യുവകർഷകരും ചെലവ് കുറഞ്ഞ വേലി നിർമ്മിച്ചിട്ടുണ്ട്. 4000 രൂപ മുടക്കിയാലും കൃഷിയിടം പൂർണ്ണമായി സംരക്ഷിക്കുവാൻ കഴിയുമെന്നതിലൂടെ ലാഭം കിട്ടുമെന്നാണ് കർഷകർ പറയുന്നത്. പന്നി, ആന തുടങ്ങിയ മൃഗങ്ങളെ തടുക്കുവാൻ ശബ്ദ വെളിച്ച വേലി കൊണ്ട് കഴിയുന്നുണ്ട്. സൗരോർജ്ജ വേലി ആനക്കൂട്ടം പലയിടങ്ങളിൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും മിന്നിത്തിളങ്ങുന്ന LED ബൾബ് വേലിക്ക് നേരെ ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല. അലങ്കാര ദീപമായി ചാർത്തുവാനുള്ള LED വെളിച്ചം മലവാരത്തിന് നല്ല ഭംഗിയും പകരുന്നുണ്ട്. ശബ്ദ വെളിച്ച വേലിയുള്ളതിനാൽ ഏത് സമയത്തും കൃഷിയിടത്തിലേക്ക് ചെല്ലുവാൻ കർഷകർക്കും മറ്റുള്ളവർക്കും കഴിയുകയും ചെയ്യും. കൃഷിയിടത്തിലിറങ്ങിയ ആനകളെ കാട് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ തൊഴിലാളി ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. കരുവാരക്കുണ്ട് ആനത്താനം എസ്റ്റേറ്റിൽ രാവിലെ 8 മണിയോടെയാണ് സംഭവം നടന്നത്. ആക്രമിക്കാനടുത്ത കൊമ്പനിൽ നിന്ന് തിരിഞ്ഞോടുന്നതിനിടെ കൽക്കുണ്ടിലെ ഉപ്പുമാക്കൽ ബെന്നി, സഹോദരൻ ജോണി, ആനത്താനം എസ്റ്റേറ്റിലെ റൈറ്റർ കാഞ്ഞിരപ്പള്ളിയിലെ ബിനു, ബാബു, കപ്പലാന്തോട്ടം അയ്യപ്പൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുഴിയിൽ വീണ് നട്ടലിന് ക്ഷതമേറ്റ ബെന്നി, വാരിയല് പൊട്ടിയ അയ്യപ്പൻ എന്നിവർ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മഞ്ഞളാഞ്ചോലയിലെ സൗരോർജ്ജ വേലി തകർന്ന ഭാഗത്തുകൂടെ കഴിഞ്ഞ ദിവസം 9 ആനകൾ ആനത്താനം എസ്റ്റേറ്റിലെത്തിയിരുന്നു. ഞായറാഴ്ച പുലർച്ചെ വരെ ഉള്ള കൃഷിനാശത്തെ തുടർന്ന് ആനകളെ തുരത്തി ഓട്ടാൻ ഭൂവുടമ കൂടിയായ ബെന്നിയും ചിലരും കൂടി രാവിലെ പോകും വഴി കൊമ്പന്റെ മുന്നിലകപ്പെടുകയായിരുന്നു. പടക്കം പൊട്ടിക്കുന്നതിനിടെ ക്ഷുഭിതനായ കൊമ്പൻ ഇവരെ വിരട്ടിയോടിച്ചു. ഏതാനും വാരയകലെ എത്തിയ ആനയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇവർ അടുത്തുകണ്ട കിടങ്ങിലേക്ക് ചാടിയതാണ് പരിക്കുപറ്റുവാൻ കാരണമായത്. ആന പിൻവാങ്ങിയതിനു ശേഷം ഓടിയെത്തിയ തൊഴിലാളികളാണ് ഇവരെ ആശുപത്രിയിലെത്തിച്ചത്. എസ്റ്റേറ്റിലെ നിരവധി തെങ്ങുകൾ ആനകൾ പിഴുതെറിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് ആന പ്രസവിച്ചു കിടക്കുന്നതായി സൂചനയുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ഇനിയൊരു ഇടവേള.